അലൈക്കും വറഹ്മത്തുള്ളാഹി. നാളെ നടക്കുന്ന 8ാം ക്ലാസ്സിലെ താരീഖ് മോഡൽ ചോദ്യപേപ്പറും അതിന്റെ ഉത്തരങ്ങളുമാണ് ഇവിടെ കാണിക്കുന്നത്. ഒന്ന്, ബ്രാക്കറ്റിൽ നിന്ന് അനുയോജ്യമായ ഉത്തരം എടുത്ത് പൂരിപ്പിക്കാം. ഒന്ന്, അഫ്ളലു ഹാദിൽ ഉമ്മത്തിൽ മുഹമ്മദിയ. ഈ മുഹമ്മദീയ സമുദായത്തില് ഏറ്റവും ശ്രേഷ്ഠത ആർക്കാണ്? സഹാബത്ത്. രണ്ട്, മദ്ഫനു സഫിയ. സഫിയ റളിയല്ലാഹു അൻഹ, അൻഹയെ മറവ് ചെയ്യപ്പെട്ട സ്ഥലം ബിൽ ജന്നത്തിൽ ബക്കി. മൂന്ന്, സിന്നു ബിലാൽ റളിയല്ലാഹു അൻഹു. ബിലാൽ റളിയല്ലാഹുവിന്റെ വയസ്സ് ബിദ്ഉ വസിത്തൂന, 60-ൽ പരം. നാല്, വക്കാന ബിലാൽ റളിയല്ലാഹു അൻഹു ഹസന സൗത്തി. ബിലാൽ റളിയല്ലാഹു അൻഹു നല്ല ശബ്ദ മാധുര്യമുള്ള ആളായിരുന്നു. അഞ്ച്, ഉമ്മു ഇബ്നു ഉമർ. ഇബ്നു ഉമർലാന്റെ ഉമ്മയുടെ പേര് സൈനബ് ബിൻത് മൽഊൻ. ആറ്, ഉമ്മു ഇബ്നു അബ്ബാസ്. ഇബ്നു അബ്ബാസ്ലാന്റെ ഉമ്മയുടെ പേര് ഉമ്മുൽ ഫളൽ ലുബാബ ബിൻത് ഹാരിസ്. ഏഴാമത്തെ ചോദ്യം, ഹിബ്രു ഹാദിൽ ഉമ്മ. ഈ സമുദായത്തിന്റെ മഹാപണ്ഡിതൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. രണ്ട്, മൻ ഖാല. ആരാണ് പറഞ്ഞത് എന്നാണ് എഴുതേണ്ടത്. വൈഹക്കും ഇൻ അസംതും അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പറഞ്ഞിരിക്കുന്നത് സഫിയ റളിയല്ലാഹു അൻഹ. നബി തങ്ങളെ തൊട്ട് നിങ്ങൾ പിന്തിരിഞ്ഞു കളയുകയാണോ, നിങ്ങൾക്ക് നാശം എന്ന് പറഞ്ഞില്ലേ, ഇത് പറഞ്ഞത് സഫിയ റളിയല്ലാഹു അൻഹയാണ്. രണ്ട്, റവാ അൻ അബി ഹുറൈറ റളിയല്ലാഹു അൻഹു നഹ്വൻ മിൻ സമാനി മിഅത്തിൻ റജുലിൻ ഔ അക്സറു മിൻ അഹ്ലിൽ ഇൽമി മിന സഹാബത്തി വത്തആബീന വഗൈരിഹിം. അബൂ ഹുറൈറയെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഒരുപാട് ആളുകള് സഹാബാക്കളിൽ നിന്നും താബികളിൽ നിന്നൊക്കെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്ന് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇത് പറഞ്ഞത് ബുഖാരി റളിയല്ലാഹു അൻഹു. മൂന്ന്, അബൂബക്കർ സയ്യിദന വഅതക സയ്യിദന. അബൂബക്കർ നമ്മുടെ നേതാവാണ്, നമ്മുടെ നേതാവിനെ മോചനം നൽകി ഇത്തക്ക് ചൊല്ലി. ഇത് പറഞ്ഞിരിക്കുന്നത് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആകുന്നു. നാല്, മാ റഅയ്തു ഔറാ മിൻ ഇബ്നു ഉമർ. ഇബ്നു ഉമർലാവിനേക്കാളും സൂക്ഷ്മതയുള്ള ഒരു പണ്ഡിതനെ ഞാൻ കണ്ടിട്ടില്ല. ഇത് പറഞ്ഞിരിക്കുന്നത് മൈമൂൻ ഇബ്നു മിഹ്റാൻ റളിയല്ലാഹു അൻഹു. ഇനി മൂന്നാമത്തെ ചോദ്യം, തമ്മിൽ പൂരിപ്പിക്കാം. പാഠത്തിലെ ഒരു വരി തന്നിട്ട് അതിന്റെ പകുതി ഭാഗം നമ്മൾ പൂരിപ്പിക്കേണ്ടി വരും. ഇത് അറ്റൻഡ് ചെയ്യണമെങ്കിൽ പാഠം നന്നായിട്ട് വായിച്ച് പരീക്ഷയ്ക്ക് പോകേണ്ടതാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ജിബ്രീല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ജിബ്രീൽ എത്ര പ്രാവശ്യം കണ്ടു? മറത്തിന് 2 വട്ടം. രണ്ട്, അല്ലാഹു ഫഖീഹു ഫിദ്ദീൻ വഅലിമു തഅവീൽ. അല്ലാഹു ദീനിലെ ഒരുപാട് പാണ്ഡിത്യം നൽകട്ടെ, അതുപോലെ തന്നെ ഖുർആൻ വ്യാഖ്യാനം പഠിപ്പിച്ചു കൊടുക്കട്ടെ. ഇത് നബിയുടെ ഒരു പ്രാർത്ഥനയാണ്. മൂന്ന്, ലഖദ് റഅയ്തു ജഅഫറൻ ഫിൽ ജന്നത്തി ലഹു ജനാഹാനി മുദറജാനി ബിദ്ദിമാ. സ്വർഗ്ഗത്തിൽ ജഅഫറുല്ലാഹിനെ രക്തം പുരണ്ട ചിറകുമായിട്ട് ഞാൻ കണ്ടു. നാല്, ഹദാ സിറു മാ ലഹിത്തു ഫൽ ഉദ്ൻ ബിൽ ഉദ്നി വറഅസു സായിദൻ. ഇതാണ് ഞാൻ ചിരിച്ചതിന്റെ രഹസ്യം, ചെവിക്ക് പകരം ചെവി, തല കൂടുതലുമാണ്. നാല്, അജിബ്. ഉത്തരം പറയുക. കുനിയത്തു ഹംസ റളിയല്ലാഹു അൻഹു. ഹംസന്റെ വിളിപ്പേര് അബു ഉമാർ. രണ്ട്, കം അദദു മൻ ഷഹീദ മിനൽ മലായികത്തി ഹീന വഫാത്തി സഅദ് റളിയല്ലാഹു അൻഹു. സഅദ് റളിയല്ലാഹു വഫാത്താകുന്ന സമയത്ത് അവിടെ സന്നിഹിതരായ മലക്കുകളുടെ എണ്ണം 70,000. മൂന്ന്, മാദാ ഖറഅ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇന്ദൽ ബൈത്തി. കഅബയുടെ അടുക്കൽ വെച്ച് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്താണ് ഓതിയത്? സൂറത്തുർ റഹ്മാൻ. നാല്, അർസലത്ത് ഖുറൈശിൻ റജുലൈനി ഇലാ നജാശി മൻഹുമ. നജാശി രാജാവിന്റെ അടുക്കൽ 2 ആളുകളെ ഖുറൈശികൾ പറഞ്ഞയച്ചു. അത് ആരൊക്കെയായിരുന്നു? അംർ ഇബ്നു ആസ്, ഉമാറത്ത് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു. രണ്ട്, മാദാ കാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന ഖാലൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉമ്മുൽ ഫദ്ലി ഹാമിലൻ. നബി തങ്ങൾ പറഞ്ഞു, അബ്ബാസ് റളിയല്ലാഹു അൻഹുവോട്
അബ്ബാസ് റളിയല്ലാഹു ഉമ്മുൽ ഫദ്ല് ഹാമിലാണെന്ന്, ഉമ്മുൽ ഫദ്ല് ഗർഭിണിയാണെന്ന് പറഞ്ഞപ്പോ നബി തങ്ങൾ എന്താ പറഞ്ഞത്? യുക്കിറാകിയനുക്ക് നിങ്ങളുടെ കൺകുളിർമയായേക്കാം, അള്ളാഹു ഈ കുട്ടിയെ കൊണ്ട് നിങ്ങളുടെ കൺകുളിർമയായേക്കാം. 5 കമ്മില് പൂരിപ്പിക്കുക. അബൂബക്കർ റളിയല്ലാഹു അൻഹു ബിലാൽ മുഅദ്ദബൻ അശദ്ദൽ അദാബി ഫസ്തറാഹു ഫഅതഖു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ശിക്ഷിക്കുന്നത്, കഠിനമായ ശിക്ഷിക്കുന്നതെ കണ്ടപ്പോൾ അദ്ദേഹം വില കൊടുത്ത് അദ്ദേഹത്തെ മോചിപ്പിച്ചു. 2 അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇസ്മുഹു അബ്ദുറഹ്മാൻ ബിൻ സഖർ വഹുവ മിൻ ദൗസ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ പേര് അബ്ദുറഹ്മാൻ ആണ്. അദ്ദേഹം സഖർ എന്നവരുടെ മകനാണ്. അദ്ദേഹം ദൗസ് ഗോത്രത്തിൽപ്പെട്ടവനും ആണ്. 6 തർജിം, അർത്ഥം എഴുതുക. അമ്മത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫിയ ഹിയ ബിൻത് അബ്ദുൽ മുത്തലിബ് വ ശകീകത്തു ഹംസ റളിയല്ലാഹു അൻഹു. നബിയുടെ അമ്മായിയായ സഫിയ റളിയല്ലാഹു അൻഹ അബ്ദുൽ മുത്തലിബിന്റെ മകളും ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ നേർ സഹോദരിയും ആണ്. ഹേമത്ത് ഉക്തുബുൽ മാന, അർത്ഥം എഴുതുക. മുത്തജസ്സിസ്, ചാരൻ. 2 ഹിസ്നി, കോട്ട. 3 ഇറക്ക്, നരമ്പ്. 4 ഹഷ്ഫ്, ചവിട്ടടി ശബ്ദം. നാളെ നടക്കുന്ന പരീക്ഷയിൽ എല്ലാവർക്കും ഉന്നതമായ വിജയം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെ എന്താണെങ്കിലും കമന്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.